കച്ചവടമൊക്കെ നിർത്തി സേനവാനും കൂട്ടി മലപ്പുറത്ത് കുടിയിൽക്ക് പോയാലോ എന്ന് ആലോചിക്കാം. നേരം വെളുക്കുമ്പോ തൊട്ട് മോന്തി ആവണത് തുറന്നിട്ടിട്ട് എന്തിട്ടാനാ? കാണുന്നവർക്ക് വലിയ കച്ചവടാ, അധികം പറ്റ. ഇന്ന തിന്നേനും കുട്ടിയേനും കാശ് വെച്ചാലോ വെക്കിട്ടേറാനും വരും. അച്ഛനക്ക് അവന്റെ ഒക്കെ പേരിൽ ലിസ്റ്റിംഗ് എടുത്താ അവന്റെ ഒക്കെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്തിനാണ് മോനെ വയക്കിനും വക്കാനത്തിനൊക്കെ പോണേ? മനസ്സുള്ളവൻ തരട്ടേന്ന്. എന്റെ ഒക്കെ ഇന്നത്തെ കാലത്ത് കയ്യൂക്കുണ്ടെങ്കിൽ കാര്യം നടക്കൂ. ബാപ്പാ, ഓ നമ്മള് പോയി അരി പൊടിപ്പിച്ചിട്ട് വരാം. ആ അതെ, പുട്ടിനും പത്രിക്കുള്ളതാണ് പ്രത്യേകം പറഞ്ഞു കേട്ടോ മോളെ. ശരി ബാപ്പാ. ഹസനിക്ക, ഓ ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ? എത്തിച്ചു വിടണം മോനെ. ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മക്ക് മനസമാധാനത്തോടെ മയ്യത്താവാൻ. എല്ലാം സമയമാകുമ്പോ നടക്കും. ഞങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയൻ. കല്യാണപ്രായം തെറ്റി റോഡ് നിറഞ്ഞു നിൽക്കല്ലേ? ഞങ്ങളെ പറ്റി ചോദിക്കാനും പറഞ്ഞു വല്ല മനുഷ്യനുണ്ടോ? അടുപ്പത്തിൽ 3 ചായ കേട്ടെ. അറിഞ്ഞോ, ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ വേർപ്പും രക്തവുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഡ്രാക്കുളാന്നായിരിക്കല്ലേ? അല്ല, AKPP എന്ന് വെച്ചാൽ ആൾ കേരള പീപ്പിൾസ് പാർട്ടി എന്നർത്ഥം. ഞങ്ങളുടെ ലീഡർ വർഗീസ് തിരുവമ്പാടി ഞങ്ങളെയും നയിക്കും. വർഗീസ് തിരുവമ്പാടി എവിടാടാ പട്ടി കഴിവകമോൻ? അച്ചൂട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരും ഇല്ലാത്തപ്പോ ഈ മുണ്ടക്കിൽ ഇട്ടിച്ചന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടിയെ നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരെ പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്നും ഞൊടിച്ചാ ഈ നിമിഷം നീ അകത്ത് പോയി അഴിയണോ അറിയോ?
ഉണ്ടെങ്കിൽ വിളിയടാ. തന്ത ആരാണെന്നറിയില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാളാ ഈ അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. മനസ്സിലായടാ പുല്ലേ? വാടാ. ആരാ മനസ്സിലായില്ല? ഞാൻ സിന്ധു, മേലേപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഇത് ഞാൻ എടുത്തോളാം. വാ മോള് വാ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. മോക്ക് എങ്ങനെ മനസ്സിലായി? ഓ അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ? എനിക്കിവിടെ വരാൻ പാടില്ലേ എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവിടെ താമസിക്കാനോ? അതെ. എന്റെ കൂടെയോ? ചുമ്മാ തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തേച്ചി, ഞാൻ ഇപ്പോഴൊരു പത്രത്തിൽ വർക്ക് ചെയ്യുക. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ മോക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളവും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടേച്ചാ ഞാൻ വരുന്നത്. എന്നാ അത് അവൻ തന്നെയാ, അച്ചൂട്ടി. അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു. മോക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തേച്ചി ഉള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക? അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ. ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയണതൊക്കെ പറഞ്ഞു. ഇനി മോളുടെ ഇഷ്ടം. ശാന്തേച്ചി എന്തെങ്കിലും വായിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ? പുതിയ നഴ്സാ? അല്ല, ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനെ ഒരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കോളി, പത്രത്തിൽ വരുമല്ലോ. നമ്മൾ പോട്ടെ, സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. പിന്നെ കാണാട്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ സൈനഭ. പാവം കുട്ടിയാ. മോള് യാത്ര ചെയ്ത് വന്നല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നിർത്ത് നിർത്ത് നിർത്ത്. അച്ചൂട്ടിയായി അച്ചൂട്ടി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അറിയാമോ? എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങനെ ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. ഒരു പെരുന്നാളെ ഒരു കൂട്ടായി നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിട്ടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി. ചിഹ്നം. വിട്ടോ. സേതുരാമ മുതലാളി കാണുന്നു പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്നറിയില്ല. കൂടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അതാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ വന്നോളും പോയിക്കോ. ഓ അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും. എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ, മുതലാളിമാര് വിളിച്ച ഉടനെ ഓടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ജീവൻ പണയം വെച്ചോണ്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ?